നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഭരണഘടനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ബഹുസ്വരത ഇല്ലാതാക്കി ഏകശിലാരാഷ്ട്രം നിർമ്മിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും അതിനെതിരെ രാജ്യം ഒന്നടങ്കം രംഗത്ത് വരണമെന്നും INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ താനൂരിൽ നടന്ന LDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ബഹുസ്വരത ഇല്ലാതാക്കി ഏകശിലാ രാഷ്ട്രം നിർമ്മിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും അതിനെതിരെ രാജ്യം ഒന്നടങ്കം രംഗത്ത് വരണമെന്നും INN ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ താനൂരിൽ നടന്ന LDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Very, very important election. I am here to share my concern with you. How it is important. If you want to save democratic system in India, if you want to protect Indian secular democracy, if you want to see bright future of our India coming generations, if you want to allow Indian citizens to exist, have a coexistence and maintain unity in diversity, we have to arise. We have to arise and resolve to defeat fascist forces throughout the country. I am very much confident that Kerala people will not allow the account of BJP to open. But we have to be conscious. We have to be aware of the people, political leaders who have no credibility. Their credibility we have to judge. For the last 10 years in Parliament, they brought in amendment in IT Act, ED Act, CBI Act, NIA Act, and those MPs from Kerala, 18 MPs from Kerala, what was their role in the debate while the Home Minister, Parliamentary Affairs Minister was introducing amendment? പുതിയ പാർലമെന്റ് ഉദ്ഘാടന വേളയിൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് കാഴ്ചക്കാരിയായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾക്ക് വേണ്ടി നടന്ന സമരമുഖത്ത് കോൺഗ്രസിനെ കാണാനായിരുന്നില്ല. അവിടെ ഇടതുപക്ഷം മാത്രമായിരുന്നു. വയനാട്ടിൽ മുസ്ലിം ലീഗിന് കൊടി ഉയർത്താൻ കഴിയുന്നില്ല എന്ന ദുരിതസ്ഥിതിയാണ്. സ്വത്തം പോലെ പതാക ഉയർത്താൻ കൂടിയുള്ള സമരമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു. TVN ന്യൂസ്, താനൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.